ദി കേരള സ്റ്റോറിയുടെ 2ാം ഭാഗം പുറത്തിറങ്ങുന്നു എന്ന് കണ്ടപാടെ വിറളി പൂണ്ടിട്ടുണ്ട് പല ഹാൻഡിലുകൾക്കും എന്ന് പറയാം. പ്രത്യേകിച്ച് ട്രെയിലർ വന്നിട്ടേ ഉള്ളൂ. ട്രെയിലർ വന്നപ്പോൾ തന്നെ ഇതാണ് അവസ്ഥ. അതിൽ പറയുന്ന ഒരു ഭാഗം അതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതായത് ബീഫ് നിർബന്ധിച്ച് തീറ്റിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗമാണ് ഇപ്പോൾ ഏറ്റവും അധികം ട്രോള് ചെയ്യപ്പെടുന്നത്. അത് ട്രോള് ചെയ്യപ്പെടേണ്ട ഒരു ഭാഗമല്ലല്ലോ. കാരണം ഇത് കൊടുത്തിട്ട് താഴെ കാണിക്കുന്ന ഒരു രംഗം എന്ന് പറയുന്നത് നോർമലായിട്ട് ബീഫും പൊറോട്ടയും തിന്നുന്ന പെൺകുട്ടികളെയാണ് കാണിക്കുന്നത്. പക്ഷേ ബീഫ് തിന്നാത്ത ഒരുപാട് പെൺകുട്ടികളും സ്ത്രീകളും മനുഷ്യന്മാർ തന്നെയുണ്ട് ബീഫ് തിന്നാത്തത്. അതിന് ഇത്രയും പറയേണ്ട കാര്യം എന്താണ്? ഇതിലൊരു പ്രജിത, നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് എല്ലാ മതത്തിലും വിശ്വസിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള പോലെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുവാനുള്ള സ്വാതന്ത്ര്യവും നമ്മുടെ ഭരണഘടന തരുന്നുണ്ട്. ഞാൻ ഫിഷ് കഴിക്കും, പക്ഷേ മീറ്റ് കഴിക്കില്ല. ചിക്കൻ കഴിച്ചു നോക്കിയിട്ട് എനിക്ക് അതിൻ്റെ സ്വാദോ അതിൻ്റെ ഒരു ഇതോ ഇഷ്ടമായില്ല. അതിനർത്ഥം ആരും ചിക്കൻ കഴിക്കാൻ പാടില്ല എന്നോ ചിക്കൻ കഴിക്കുന്നവരൊക്കെ ദ്രോഹികളാണെന്നോ അല്ല. എൻ്റെ വീട്ടിൽ മക്കളൊക്കെ കഴിക്കും, അവർക്ക് ഇഷ്ടമുള്ളത് അവർ കഴിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഇവർ പറയാൻ ശ്രമിക്കുന്നൊരു കാര്യം പ്രജിതയ്ക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഈ ബീഫിൻ്റെ ഒരു വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് ഒരു പശുവിനെ പൊതുനിരത്തിൽ കൊന്ന് അതിൻ്റെ മാംസം വേവിച്ച് വലിയ ഫീസ്റ്റ് നടത്തി കുറേ വിദ്വാൻമാർ ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മളുടെ കേരളം ഭരിക്കുന്ന പ്രമുഖ പാർട്ടിയായ CPM-ൻ്റെ കുഞ്ഞന്മാർ ഓർക്കുന്നുണ്ടോ ആ കാര്യം? ബീഫ് ഫെസ്റ്റിവൽ നടത്തി. ഈ സമരം നടത്തിൻ്റെ പിന്തുടർച്ചയാണ് ഇപ്പം എല്ലാ പാർക്കിലും പരസ്യമായിട്ട് പലതും നടക്കുന്നത്. ഇവരിവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്താണ്? പ്രജിത, എനിക്ക് എത്ര പ്രായമുണ്ടെന്ന് പ്രജിതയ്ക്ക് അറിയോ? ഈ DYFIക്കാർ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി അനധികൃതമായിട്ട് തട്ടുകൾ നടത്തുന്നു. കൗൺസിലർ എന്ന നിലയിൽ പറ്റില്ല എന്ന് പറഞ്ഞു. ഉടനെ അവിടെ നിൽക്കുന്ന എൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു ഡിഫിക്കാരൻ പയ്യൻ പറയുകയാണ്, ഒരു പറാട്ടയും ബീഫും ആ തള്ളയുടെ ആ ചാണക സംഘടനയുടെ വായിൽ കുത്തിത്തിരികി കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ അവരുടെ കഴച്ചിലെന്ന്. എൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു പയ്യൻ പറയാണ്. ഇവരുടെയൊക്കെ സംസ്കാരം എന്താണ്? ബീഫും പറാട്ടയെന്ന് പറഞ്ഞാൽ എന്താണ്? നിവൃത്തിയില്ലാത്ത സമയത്ത് പലരും പലതും കഴിച്ചു എന്ന് പറയും. ഇപ്പം ഈ പറയുന്ന കേരള സ്റ്റോറി, സോറി കേട്ടോ എൻ്റെ ശബ്ദം കുറച്ച് റേസ്റ്റായി, ഞാൻ ആ ഒരു വികാരത്തിൽ പറഞ്ഞു പോയതാണ്. ആ പെൺകുട്ടി ജീവൻ പോയാലും ഞാനത് കഴിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ കണ്ടു, അതിൻ്റെ ട്രെയിലർ കണ്ടു. അപ്പോൾ അവളെ പിടിച്ചിരുത്തി ദ്രോഹിച്ച് വായിൽ വെച്ചു കൊടുത്ത്, മൂക്ക് പൊത്തി വായ തുറന്നപ്പോൾ ഇത് വെച്ചു കൊടുത്ത് വായ കൂട്ടിപ്പിടിക്കുന്ന പോലെയാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. ആ കുട്ടി പറയുന്നത് ജീവൻ പോയാലും ഞാൻ കഴിക്കില്ല. പ്രജിത, ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയാണ്, പല മറ്റ് സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഗോമാതാവെന്നാണ് പറയുന്നത്. നമ്മളിവിടെ പശു പറയും. അവർക്കത് ഗോമാതാവാണ്. പൂജിക്കുന്നു, മാലയിട്ട് ആരാധിക്കുന്നു, ആരതി ഒഴിയുന്നു. അപ്പോൾ സ്വന്തം അമ്മയെപ്പോലെ കരുതുന്ന ഒരാളെ അമ്മയുടെ മാംസം എടുത്ത് കഴിക്കുന്നീ എന്ന് പറയുന്നത് പോലെയാണ് അവർക്കത്. കേരളത്തിൽ അത് വലിയ പ്രസക്തമായിരിക്കില്ല. പക്ഷേ നമ്മളോടും ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിമിഷ്ടം തോന്നും. എൻ്റെ കാര്യം പറയൂ, ചാണക സംഘടനയുടെ വായിൽ ബീഫും പറാട്ട ഒരു കഷ്ണം വെച്ചു കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ അവളുടെ കഴപ്പെന്നാണ് അയാൾ പറഞ്ഞത്. എന്നിട്ട് പോലീസ് FIR എടുത്തോ? പീഡിപ്പിച്ചില്ല. അപ്പോൾ ആ കേസ് എടുക്കാൻ പറ്റില്ല എന്ന്. പീഡനത്തിനെക്കാട്ടിലും വലിയ മാനസികമായൊരു ആഘാതമാണ് എനിക്കുണ്ടായത്. രാത്രി സമയമാണ്, ഞാൻ തനിച്ചാണ് അവിടെ നിൽക്കുന്നത്, ദോശച്ചട്ടിയിൽ ചുട്ടെടുക്കുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞല്ലേ ഉള്ളൂ, ചെയ്തില്ലല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രശ്നവുമില്ല. ഇന്നലെ ഒരു പെൺകുട്ടി ഒന്ന് പറഞ്ഞോട്ടെ, ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. പീഡിപ്പിച്ച 16 വയസ്സ് അങ്ങനെ എന്തുള്ളൂ, കൃത്യമായ നടപടികൾ ഉണ്ടാവാത്ത കാരണം ആ കുട്ടി ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ എനിക്കിങ്ങനെ വന്നിട്ട് പോലീസ് സ്റ്റേഷൻ മുഴുവൻ കയറി ഇറങ്ങിയിട്ടും ഒരു FIR അവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യം പറയണോ? ബീഫിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരികയാണെങ്കിൽ കേരളത്തിൽ എന്തോ വലിയ സംഭവമാണ്. മറ്റിപ്പോൾ പറയുന്ന ഈ മതവിഭാഗത്തിന് ഹറാമാണ് പന്നിയിറച്ചി, പോർക്ക് ഇറച്ചി ഹറാമാണ്. അത് വളർത്താൻ പോലും അവർ സമ്മതിക്കുന്നില്ല. നമ്മളത് പറഞ്ഞ് അവരെ കളിയാക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്തിന് ഒരാളുടെ ഇഷ്ടങ്ങളിലേക്ക് നമ്മൾ കയറണം? ചിക്കൻ പോലും ഞാൻ കഴിക്കില്ല, എനിക്ക് സ്വാദിഷ്ടമായില്ല. അതുപോലെ ഒരു പെൺകുട്ടി ബീഫ് വേണ്ട, കൊന്നാലും ഞാനത് ചെയ്യില്ല എന്ന് പറയുകയാണെങ്കിൽ നിർബന്ധിച്ച് എന്തിനും കഴിപ്പിക്കണം? ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്ന പല ഹാൻഡിലുകളും പറയുന്നത് ഇങ്ങനെയൊക്കെ കാണിക്കുമോ, അതായത് ഇങ്ങനെ നിർബന്ധിച്ചിട്ടാണോ, ഈ നിർബന്ധം കാരണം ഒരാൾ മതം മാറാനായിട്ട് സമ്മതിക്കുമോ? നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ആരും മതം മാറാതിരിക്കുകയല്ലേ? ഇത്തരത്തിൽ കൂടുതൽ, അതായത് ഇത്തരത്തിലുള്ള പീഡനമുറകളിലൂടെ, അതായത് ഇത്തരത്തിലുള്ള ക്രൂരമായ
രീതികളിലൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും ഒക്കെ രംഗത്തുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നിർബന്ധപൂർവവും ഭീഷണിപ്പെടുത്തിയും ഇത്തരം കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. മോളെ, ഇല്ലെന്ന് പറയാൻ പറ്റുമോ മാം? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാനിപ്പോൾ ഒരു കേസിൽ ഇൻവോൾവ് ആണ്. കേസ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു കേസിൽ അച്ഛനില്ല, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, അപ്പൂപ്പനുണ്ട്, അമ്മൂമ്മയുണ്ട്. ആ പെൺകുട്ടി പ്രായപൂർത്തി എത്തിയിട്ടില്ല. ഇവിടെ അറിയപ്പെടുന്ന ഒരു സ്കൂളിൽ തന്നെ പഠിക്കുന്ന അവർ പ്രിൻസിപ്പളിനോടൊക്കെ ഞാൻ സംസാരിച്ചു. അപ്പോൾ ആ കുട്ടിയുടെ ഫ്രണ്ട് തന്നെ ബ്രദറാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തതാണ്. ഒരു കോമൺ ആയിട്ട് പാസ്സായി പോകുന്ന പോലത്തെ ബേബി എന്നുള്ള പേര്, ഏത് മതമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതുപോലത്തെ പേര്. പിന്നെയാണ് അതിൻ്റെ മുമ്പിൽ വേറൊരു ന്യൂനപക്ഷത്തിൻ്റെ പേരുണ്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്, എല്ലാവരെയും തട്ടിക്കളയുന്നത്. ആ കുട്ടി ഇവർക്ക് വഴങ്ങേണ്ട അവസ്ഥയിലാണ്. ഇതിൻ്റെ ഇപ്പോൾ പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവൻ്റെ കൂടെ പോവേണ്ട ഗതികേടിലാണ്. നമുക്കറിയാം, ഞാൻ ഇതിന് മുമ്പിവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇവർ ആദ്യം ചെയ്യുന്നത് ഇങ്ങനെയുള്ള പെൺകുട്ടികളെ ട്രാപ്പിൽ പെടുത്തിയിട്ട് മലപ്പുറത്തുള്ളൊരു മതവിശ്വാസ കേന്ദ്രത്തിൽ പോയിട്ട് മതം മാറ്റാനായിട്ട് അവർ നിർബന്ധിക്കാൻ. ആ കുട്ടി ഒറ്റപ്പെടുകയാണ്. ചുറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി ഒറ്റപ്പെടുന്നു. ആ കുട്ടി എന്ത് ചെയ്യുന്ന ആ കുട്ടിക്ക് അറിയുന്നില്ല. 10-18 വയസ്സായ കിളുന്ത് പോലെയുള്ള പെൺകുട്ടികളെയാണ് ഇവർ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. വേറൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പൊ ഈ പറയുന്ന കേരള സ്റ്റോറി ശരിക്കും ഒറിജിനലി നടക്കുന്നുണ്ടെന്ന് എത്രയോ കേസ് നമുക്കറിയാം. കേരള സ്റ്റോറിയിൽ തന്നെ കാണിച്ചിരിക്കുന്ന പോലത്തെ സെയിം ഇതല്ലേ പറയുന്നത്. ഒരു ഫ്രണ്ട്, കൂട്ടുകാരിയാണ് ആ സംഘത്തിലേക്ക് അവളുടെ ഫ്രണ്ടായ അന്യമതസ്ഥയെ കൊണ്ട് ആക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്കൂളിൽ ഇവളുടെ തന്നെ ക്ലാസ്മേറ്റ് സ്വന്തം സഹോദരനാണെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനും കൊടുക്കുന്നത്. പിന്നെ അവർ തമ്മിൽ പ്രേമമാവും. അതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. ഐ ആം വർക്കിംഗ് ഓൺ ദിസ് കേസ്, അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ പറയുന്നില്ല. അപ്പോൾ കേരള സ്റ്റോറി കേരളത്തിൽ മാത്രമല്ല മറ്റ് പല സ്ഥലത്തും നടക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഒരു ബിഷപ്പ് ഈ വിവരം പറഞ്ഞപ്പോൾ, ഞങ്ങളുടെ മതത്തിലുള്ള കുട്ടികളും ഇങ്ങനെ പോകുന്നുണ്ട് ആട് മേയ്ക്കാൻ എന്ന് പറഞ്ഞപ്പോൾ, അദ്ദേഹത്തിനെതിരെ എന്തൊരു കോലാഹലമാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ സംസാരിച്ചത്, അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഒരു ഹിന്ദു പെൺകുട്ടി പോകുമ്പോൾ അവിടെ ഭയങ്കര പ്രശ്നമായി. ക്രിസ്ത്യൻസ് ബീഫ് കഴിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞ് അവർക്ക് ഇതാക്കാൻ പറ്റില്ല. പക്ഷേ ഞങ്ങളുടെ ഇടയിൽ നിന്നും ധാരാളം പെൺകുട്ടികൾ സിറിയയിലേക്ക് ആട് മേയ്ക്കാനായിട്ട് പോകുന്നുണ്ട്. അത് തുറന്ന് പറയാനുള്ള അവകാശം പോലും ഞങ്ങൾക്കില്ല. നിങ്ങളത് വലിയ ഒച്ചയുണ്ടാക്കുന്നു, അപ്പോൾ നിങ്ങളുടെ ബീഫിൻ്റെ കാര്യം പറഞ്ഞ് നിങ്ങളെ ആക്കുന്നു. ഞങ്ങൾ ബീഫ് കഴിക്കാത്തതിന് അതിലൊരു പ്രശ്നം വരുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇവിടുത്തെ കാര്യങ്ങൾ. അണ്ടർ കവറായിട്ടും അല്ലാതെയും. ഞാൻ അറിയുന്നത്, ഇവർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത ആ പോലീസ് സ്റ്റേഷനിലൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ പയ്യൻ എല്ലാ വിവരങ്ങളും കൈമാറിക്കൊണ്ടിരുന്നത്. പയ്യനും ഇവന് പുറകിലുള്ള സംഘടനയ്ക്കും, പേര് ഞാൻ പറയുന്നില്ല, നിരോധിച്ചൊരു സംഘടനയാണെന്ന് മാത്രം ഞാൻ പറയാം, അവർക്കും വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നത് ഈ പോലീസുകാരാണ്. ഞാൻ അവിടെയുള്ളൊരു മാഡത്തിനെ വിളിച്ച് സംസാരിച്ചു, SA മാഡമാണ്. അപ്പോൾ മാഡം പറഞ്ഞത്, ഇനി പോക്സോയിൽ വരില്ലേ എന്ന് ഞാൻ ചോദിച്ചു. മാഡം അത് പോക്സോയിൽ വരില്ല, കാരണം കൺസെൻറ്റോട് കൂടി നടന്ന ശാരീരിക ബന്ധം, പീഡനം എന്ന് പറയാൻ പറ്റില്ല, ശാരീരിക ബന്ധമായത് കൊണ്ട് അതിന് പോക്സോയിൽ വരാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ, പോക്സോ ഒരു വശത്ത് നിൽക്കുന്നു, അറിഞ്ഞോ അറിയാണ്ടോ, അത് സമ്മതത്തോടോ അല്ലാണ്ടോ ആ കുട്ടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും പോക്സോ എടുക്കണമെന്ന് ഒരു പക്ഷക്കാർ പറയുന്നു. അത് പോക്സോയിൽ വരുന്നില്ല എന്ന് പറയുന്നു. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ആർക്കും അറിയില്ല. ഇവിടെ ഒരു ഹൈക്കോടതി ഉള്ളത് കൊണ്ട് മാത്രം, അവരെല്ലാ കാര്യങ്ങളിലും കണ്ണു തുറന്നു വച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം കുറേ പേരെങ്കിലും സ്വസ്ഥതയോടെ ജീവിക്കുന്നു എന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയേണ്ടി വരും. പക്ഷേ പോലീസിൽ നേരത്തെ ഒരു പച്ച വെളിച്ചോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. പച്ച വെളിച്ചത്തിൽ പെട്ടവരും അല്ലാതെ അവർ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് മതസ്ഥരും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഇപ്പം നിരോധിത സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ് ഇപ്പം ഞാൻ പറയുന്ന ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്, അവരെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ജോലി വളരെ വളരെ ബുദ്ധിമുട്ടുള്ളതായി മാറുകയാണ്. നമ്മൾ പോകുമ്പോൾ അവിടെ ഇവർ ഇതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴേ, ഈ ഒരു വിഷയത്തെ പറയുമ്പോൾ ഇവരിതൊരു ബീഫ് വിവാദം മാത്രമാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. ബീഫിലൂടെ ഒളിച്ചു കിടത്തുന്ന ഒരു ആശയം. ഇത് ഒളിച്ചു കിടത്തലൊന്നുമില്ല, ഇത് പരസ്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ആരും ബീഫ് കഴിക്കണ്ട എന്ന് പറയുന്നില്ല. പക്ഷേ നിർബന്ധിച്ച്, എന്ത് കാര്യവും നിർബന്ധിച്ച് ചെയ്യുന്നത് തെറ്റാണല്ലോ. നിർബന്ധിക്കാതെ ഏത് മതത്തിൽ വിശ്വസിക്കാനും, ഏത് ആഹാരം കഴിക്കാനും, ഏത് വസ്ത്രം ധരിക്കാനും ഒക്കെ നമുക്ക് അവകാശം നൽകുന്നുണ്ട്. അപ്പോൾ ഇത് നിർബന്ധിച്ച് കഴിപ്പിച്ച് ഇതിലൂടെ ഇവർ ഈ പുറത്തേക്ക് വിടുന്നത്, ഈ പല കാര്യങ്ങളും ഒളിച്ചു വെക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട്.
അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? ശരിയാണ്. പ്രജിത പറഞ്ഞത് വളരെ വ്യക്തമായും കൃത്യമായും കാര്യം തന്നെയാണ്. നമ്മളുടെ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും നമ്മളുടെ മനസ്സിനെ ബീഫിൻ്റെ ഇഷ്യൂയിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്രജിത, ഞാനൊരു തവണ ഒരു ഇലക്ഷൻ ക്യാമ്പയിന് പോയപ്പോൾ ഒരു പെൺകുട്ടി സെൻറ്റ് തെരേസാസിൽ പഠിക്കുന്നതാണ്. മറ്റേ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയാണ്. ആ കുട്ടി എനിക്ക് ആൻറ്റി ഭയങ്കര ഇഷ്ടമായ ആൻറ്റി, പക്ഷേ നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ബീഫ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആര് പറഞ്ഞു പറ്റില്ല എന്ന്? ആൻറ്റി പോയി 2 ബീഫ് കട്ട്ലറ്റ് മേടിച്ചുകൊണ്ട് വരൂ, എന്നാൽ ഞാൻ ആൻറ്റിക്ക് വോട്ട് ചെയ്യാം. നമ്മൾ കാറിൽ കയറൂ, ഒരു പ്രശ്നമില്ല. മോൾ എന്ത് കഴിക്കുന്നു എന്നൊന്നും ഒരു പ്രശ്നമേ ഇല്ല. നമ്മളെങ്ങനെ സഹോദര്യത്തോടെ ജീവിക്കുന്നു എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. ഈ പറയുന്ന സംഭവങ്ങൾ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ, കൃത്യമായും ലവ് ജിഹാദ് നടക്കുമ്പോൾ, അതിൽ നിന്നും നമ്മളുടെ ശ്രദ്ധ മാറ്റി ബീഫിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കുറേ പേരെങ്കിലും അതേക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ പെൺകുട്ടിയെ ബീഫ് കഴിപ്പിക്കാൻ വേണ്ടി പീഡിപ്പിക്കുന്ന രംഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയായോ, ഞങ്ങളെന്നാൽ ബീഫ് കഴിക്കാൻ കാണിച്ചു തരാം എന്നുള്ളതിലേക്ക് മാറ്റുക. ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇതുകൊണ്ടൊന്നും തന്നെ കേരള സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ മാറ്റിവയ്ക്കുവാൻ കഴിയുകയില്ല. നമ്മൾ കൃത്യമായിട്ട് പറയുന്നു, കേരളത്തിൽ അങ്ങനത്തെ അതല്ല വിഷയം. ഇവിടെ ലവ് ജിഹാദ് നടക്കുന്നുണ്ട്. അതൊരു ജിഹാദിൻ്റെ ഭാഗമായിട്ട് കേരള സ്റ്റോറിയിൽ പറയുന്ന തരത്തിൽ തന്നെയാണ് സുഹൃത്തുക്കളും അല്ലാതെയും ജോലിസ്ഥലത്തും ഒക്കെ ഇവർ നമ്മളുടെ പെൺകുട്ടികളുടെ മേത്ത് ആധിപത്യം സ്ഥാപിക്കുവാനും അവരെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. വേറൊരു കാര്യം പ്രജിത, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് നിരാലംബരായ കുടുംബത്തെ, അതായത് അച്ഛനില്ലാത്ത കുടുംബത്തെ, പ്രായമായ അച്ഛനും അച്ഛമ്മയും, അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് ഫാമിലീസ്, പിന്നെ ഒറ്റ മകൾ, സ്വത്ത് മുഴുവനും ആ കുട്ടിക്ക് പോകുമല്ലോ. എന്തൊക്കെയായാലും നമ്മൾ സെക്യുലറാണെന്ന് പറയുന്നു, അപ്പം നമ്മളത് അങ്ങോട്ടേക്ക് കൊടുക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നോടൊരു ക്രിസ്ത്യൻ പുരോഹിതൻ പറഞ്ഞതാണ്, പത്മജ, നിങ്ങൾ എന്തിനാ അത്രയും ടെൻഷൻ അടിക്കണേ? 1921 ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നൊരു ന്യൂനപക്ഷം പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? വെറും 18% ലാൻഡാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന്. അതിനർത്ഥം എന്താ? നമ്മളുടെ ലാൻഡുകൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതിലൊരു ലാൻഡ് ജിഹാദ്, ലവ് ജിഹാദ് പോലെ ലാൻഡ് ജിഹാദും കൂടെ ഇതിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഈ പെൺകുട്ടികളെ കൊണ്ടുപോകുമ്പോൾ, ഒറ്റ പെൺകുട്ടികളെ കൊണ്ടുപോകുമ്പോൾ ആ ലാൻഡുകളും കൂടെ ഇവരുടെ കയ്യിലെത്തുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ആ കുടുംബം തീർന്നു. അതിനോടൊപ്പം അവരുടെ ലാൻഡും നമ്മൾ എഴുതി കൊടുക്കുമല്ലോ മോൾക്ക്.